അസ്സലാമലൈക്കും, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ്ങാണ്. പാർട്ട് 2 ആണിത്. നേരത്തെ പാർട്ട് 1 കട്ടിങ് വീഡിയോ ഇട്ടിരുന്ന് അത് കയറി ഒന്ന് കാണണേ. അപ്പം ചുരിദാറിൻ്റെ ആ ലൈനിങ്ങിൻ്റെ പീസ് ലൈനിങ് വെട്ടിയില്ല. അവിടുന്ന് ന്യൂച്ചിട്ടെടുത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും 3 ഇഞ്ച് വീതം കൊടുക്കുക. നേരത്തെ ഞാൻ 2.75 എടുത്തിട്ടുള്ളൂ. ഇത് കഴുത്തിന് ഇറക്കം കുറവായതുകൊണ്ട് ഞാൻ 3 ഇഞ്ചാണ് എടുക്കുന്നത്. കാരണം മുകളിൽ കയറിയിരിക്കും 5 ഇഞ്ചാണ് കഴുത്തിന് ഇറക്കം ഫ്രണ്ട് നെക്കിൽ. അപ്പോൾ അതുകൊണ്ട് സൈഡ് നെക്ക് ഞാൻ 3 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അതാണ് തയ്യൽ തുമ്പൊക്കെ കഴിയുമ്പോഴത്തേക്ക് 3.25 വരെ കിട്ടും. അപ്പോൾ അതാണ്ട ഈ കഴുത്ത് ഞാൻ വെട്ടിയേക്കുന്ന ഇങ്ങനെയാണ്. സ്റ്റോണും അല്ലെങ്കിൽ കല്ല് വെച്ച കന്യാക്കാണെങ്കിൽ ഇതേമാണ് ഇതിരിയാണ് വെട്ടേണ്ടത്. നമുക്ക് കഴുത്ത് കൂട്ടാനും കുറയ്ക്കാനും ഒന്നും പറ്റത്തില്ല കല്ലായതുകൊണ്ട്. അപ്പോൾ അവരിടുന്ന ആ അളവ് മാത്രമേ നമുക്ക് വെച്ച് നമുക്ക് വെട്ടാൻ പറ്റൂ. അതായത് കണ്ട അങ്ങനെ തയ്ച്ച് തീർന്ന് നമുക്കിതിനി ഒന്ന് മൊത്തത്തിൽ കട്ട് ചെയ്തിട്ട് ചരിച്ച് വെട്ടിക്കൊടുക്കാം. അങ്ങനെ വെട്ടി തീർന്ന് ചരിച്ച് പിന്നെ വെട്ടുന്നോള്. പിന്നെ ഇത് സ്ട്രൈറ്റ് പീസ് ലൈനിങ്ങിന് കൈക്ക് സ്ലീവിന് എടുത്തത് കൊണ്ട് എനിക്ക് കഴുത്ത് കിട്ടിയില്ല തുണി. അതുകൊണ്ട് ഞാനൊരു സ്ട്രൈറ്റ് പീസ് എടുത്താണ് നിങ്ങളെ കാണിക്കുന്നത്. നിങ്ങൾക്കും ഇതേമാതിരി തുണി കിട്ടിയില്ലെങ്കിൽ ഇതേമാതിരി ചെയ്യാം. നേരെയുള്ള പീസ് ഒരു 1.5 ഇഞ്ച് മുറിച്ചതിന് ശേഷം ഒന്ന് മടക്കി തയ്ക്കുക. അതിനുശേഷം ചെറിയ ചെറിയ പ്ലേറ്റ് ഇട്ട് കൊടുത്ത് ഈ കഴുത്തിൻ്റെ ആ കഴുത്ത് തയ്ച്ചത് കണക്ക് കല്ലി കയറാതെ പിന്നെ ഈ 3 പീസും കൂടെ ലൈനിങ്ങും ഫ്രണ്ടിലെ പീസും ഈ വെച്ചടിക്കുന്ന പീസും കൂടെ ഒരേമാതിരി വെച്ച് തയ്ക്കണം. ക്യാൻവാസ് വെക്കാനും പറ്റത്തില്ല ഇതിന്. പിന്നെ കാരണം തുണിയില്ല, വേറെ ലൈനിങ്ങിൻ്റെ തുണി. അതുകൊണ്ട് അങ്ങനെ മൊത്തവും തയ്ച്ച് തീർന്നിട്ട് ഇനി നമുക്ക് ചരിച്ച് വെട്ടിക്കൊടുക്കാം. അതാ ഇത് കണ്ട ഇതേമാതിരി അങ്ങ് തയ്ച്ചാൽ മതി. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. നമുക്ക് ഇതേമാതിരി ഉള്ള പിന്നെ കല്ലുകളൊക്കെ വെച്ചുള്ള ചുരിദാറാണ് കിട്ടിയതെങ്കിൽ ഇതേമാതിരി അങ്ങ് തയ്ച്ചു കൊടുത്താൽ മതി. അപ്പം നമ്മുടെ വീട്ടിലിരുന്ന ഒരു വരുമാനമാണ് നമുക്കിത്. നമ്മൾ സ്വന്തമായിട്ട് തയ്ച്ചിടുക, അത് മറ്റുള്ളവർക്ക് അതുമാതിരി തയ്ച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് പതിച്ച് തയ്ക്കാൻ പറ്റത്തില്ല കല്ലുണ്ടായതുകൊണ്ട്. അതുകൊണ്ട് ലൈനിങ്ങിൻ്റെ പീസിലാണ് വെച്ചടിക്കുന്നത്. അത് ഒരു പതിച്ച് തയ്യലാണ്. അങ്ങനെ വെച്ച് മൊത്തം തയ്ച്ച് തീർത്തതിന് ശേഷം കാണിക്കാം. അങ്ങനെ തയ്ച്ചതിന് ശേഷം ഇനി നമുക്ക് തയ്ക്കാൻ പറ്റില്ല മിഷനിൽ. ഇനി ഹെമ്മിങ് ആണ് ചെയ്യേണ്ടത്. സൂചി നൂലും എടുത്തതിന് ശേഷം ഞാൻ ഹെമ്മിങ് ചെയ്യുവാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഹെമ്മിങ് ഒക്കെ ഇപ്പോൾ ഉള്ള പിള്ളേർക്കെല്ലാം അറിയാം. അപ്പോൾ ഇത് തയ്ച്ച് തീർന്നതിന് ശേഷം ഞാൻ കാണിക്കാം. അങ്ങനെ തയ്ച്ച് തീർന്നതാ ഒരു ചുളുക്കവും ഇല്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ട ഇനി ബാക്ക് പീസും ഇതേമാതിരി നമുക്ക് ബാക്ക് പീസും എടുത്ത് തയ്ക്കാം. അത് കല്ലില്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ വെച്ച് തയ്ക്കുമ്പോൾ കല്ലില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് എളുപ്പം തയ്ച്ചെടുക്കാം. അപ്പോൾ അതേമാതിരി തയ്ച്ച് തീർന്നതിന് ശേഷം കാണിക്കാം. അതാണ്ട ഈ പീസാണ് എടുത്ത് വെച്ച് തയ്ക്കേണ്ടത്. ഇതേമാതിരി അങ്ങ് തയ്ച്ച് ഇനി നമുക്കൊന്ന് ചരിച്ച് വെട്ടി കൊടുത്തിട്ട് പതിച്ച് പിന്നെ തയ്ക്കാം. കാരണം ഇത് ഷോൾഡർ ഒന്ന് ഫ്രണ്ട് പീസുമായിട്ടൊന്ന് യോജിപ്പിക്കണം. വേണ്ട ഷോൾഡർ നല്ല വശവും അടുത്ത് വെച്ചതിന് ശേഷം ചീത്ത വശം ഇത് കഴുത്തിൻ്റെ ആ ലൈനിങ്ങിൻ്റെ പീസ് എടുത്ത് വെച്ച് ഒന്ന് പൊതിയണം. കെട്ടിട്ട് ആദ്യം തയ്ക്കണം. ഒന്ന് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ നിങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. അങ്ങനെ 2 ഭാഗവും ഇതേമാതിരി തയ്ക്കുക. എന്നിട്ട് നമുക്കിന്ന് പതിച്ച് തയ്ക്കാം. ഇനി കുഴപ്പമില്ല, പതിച്ച് തയ്ക്കാം. കല്ലില്ലാത്ത ഭാഗമില്ലേ നമുക്ക് മെഷീൻ അടിച്ചു കൊടുക്കാം. 2, 3, 4 വിധത്തിൽ കഴുത്ത് തയ്ക്കാം. നമുക്ക് ലൈനിങ് വെച്ച് തയ്ക്കാം, ക്യാൻവാസ് വെച്ച് തയ്ക്കാം, അല്ലാതെ ലൈനിങ്ങിൻ്റെ പീസോ വേറെ ഏത് പീസെങ്കിലും എടുത്ത് വെച്ച് തയ്ക്കാം. അതെല്ലാം വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ ഒരുപാട് വീഡിയോകൾ ഇട്ടിട്ടുണ്ട് ഈ ചുരിദാറിൻ്റെ. അപ്പോൾ ഇനി ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ കൊടുത്തതിന് ശേഷം ദാണ്ട ഇത് കണ്ട നല്ല പെർഫെക്റ്റാക്കി ഒരു ചുളുക്കവും ഇല്ലാതെ നമുക്ക് നല്ലതുപോലെ നല്ല റൗണ്ടിന് വെട്ടുന്നത് കണക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് സ്ട്രെയിറ്റ് പീസ്. കണ്ട ഇനി സ്ലീവ് ഇത് മൊത്തത്തിൽ ഇനി ഒരു തയ്യലിടണം. അതിന് ശേഷം സ്ലീവ് തയ്ക്കണം. ആണ് മൊത്തത്തിൽ ഞാൻ ഇതിൻ്റെ ലൈനിങ്ങും മുകളിലത്തെ പീസുമായിട്ട് തയ്ക്കുക. അതിനുശേഷം കൈക്ക് സ്ലീവിന് തുണി മുഴുത്തില്ല. അപ്പം കിട്ടിയത് ഇതേമാതിരി കിട്ടിയ ഇനി നമുക്ക് അതിൻ്റെ ഭാഗത്ത് ഇതിനകത്തെല്ലാം കട്ടിങ് വീഡിയോയിലുണ്ട്, നിങ്ങളൊന്ന് കാണണേ. അതാണ്ട ഇതേമാതിരി ഒന്ന് വെച്ച് തയ്ക്കണം. ആ വെച്ചേക്കുന്ന പീസ് ഇതൊക്കെ ഒരു ടിപ്പാണ്. അതാണ്ട അപ്പുറം ഇപ്പുറം 2 കൈക്കും ഇതേമാതിരി തന്നെ എടുത്ത് വെച്ച് തയ്ക്കണം.
ഇങ്ങനെ വെച്ചത് അകത്ത് പോകുന്ന പീസായതുകൊണ്ട് സാധാരണ ആരും ലൈനിങ് മിക്കവാറും ഇടത്തില്ല കൈക്ക്. പക്ഷേ ഇത് ഇട്ടാലേ കൊള്ളാവും ഈ തുണിക്ക്. അല്ലെങ്കിൽ അതിനനുസരിച്ച് നല്ല വണ്ണമുള്ള ആളിൻ്റെ 50 ഇഞ്ച് വണ്ണമുള്ള ആളിൻ്റെ ബ്ലൗസ് അല്ല ചുരിദാറാണിത്. അതുകൊണ്ടാണ് കൈക്ക് ലൈനിങ് ഇല്ലെങ്കിൽ ഇരിഞ്ഞു പോവും. മറ്റേ ചുരിദാറിൻ്റെ പീസ് മാത്രമാണെങ്കിൽ കൈ പെട്ടെന്ന് ഇരിഞ്ഞു പോവും. അതുകൊണ്ടാണ് ഞാൻ ലൈനിങ് വെച്ചേക്കുന്നത് കൈക്ക്. മറ്റേ സൈഡും ഇതേമാതിരി തയ്ക്കാം. ഇതൊക്കെ ഓരോ ടിപ്പാണ്. അറിയാൻ വയ്യാത്തവർക്ക് ബിഗിനേഴ്സിനൊക്കെ ഇതൊക്കെ എളുപ്പത്തിൽ കണ്ടുപിടിച്ച് തയ്ക്കാം. ഇങ്ങനെയൊക്കെയുള്ള ഇത് നമുക്ക് 2 പീസും തയ്ക്കാം, കാണിക്കാം. ഇതേമാതിരി തന്നെ മറ്റേ പീസും എടുത്ത് വെച്ച് തയ്ക്കാം. വേണ്ട 2 പീസും എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലുള്ള പീസ് ആയിട്ട് എടുത്ത് വെച്ച് ഒന്ന് തയ്ച്ചതിന് ശേഷം നമുക്കതൊന്ന് കറക്റ്റാക്കി വെട്ടിക്കൊടുക്കണം. ദാണ്ട അങ്ങനെ തയ്ച്ചിട്ടുണ്ട്. നമുക്ക് കൈ ഇതാണ്ട ഇത് എല്ലാം കറക്റ്റാക്കി വെട്ടിക്കൊടുത്തിട്ടുണ്ട്. കണ്ട കുറച്ച് ഭാഗമേ വരുന്നുള്ളൂ. ഇതിപ്പോൾ അറിയത്തില്ല, ഇപ്പോൾ ആരും അറിയത്തില്ല ലൈനിങ്ങിനകത്ത് ജോയിൻറ്റ് വെച്ചിട്ടുണ്ടെന്ന്. ഇതിനകത്ത് അടിഭാഗത്ത് സ്ലീവിന് അടിഭാഗം സ്കാലപ്പ് വെച്ചിട്ടുള്ള എംബ്രോയിഡറിയാണ്, അല്ല കല്ല് വെച്ചതാണ് സ്കാലപ്പിൻ്റെ. നമുക്ക് സ്ലീവ് മൊത്തത്തിൽ ഒന്ന് യോജിപ്പിച്ചെടുക്കാം കൈയുമായിട്ട്, കൈക്കുഴിയായിട്ട്. അങ്ങനെ ഒരു സൈഡ് തയ്ച്ചിട്ടുണ്ട്. ഇനി അടുത്ത സൈഡും മറ്റേ സൈഡും തയ്ക്കാം. ഇതൊക്കെ ഒരുപാട് വീഡിയോ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ 2 ഭാഗവും തയ്ച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ണം കറക്റ്റായിട്ട് പിടിച്ചുകൊണ്ട് ആദ്യം ഒരു തയ്യൽ തയ്ക്കണം വരയിൽ കൂടെ. പിന്നെ അത് കഴിഞ്ഞ് അപ്പുറത്തെ സൈഡിൽ കൂടെ 1/4 ഇഞ്ച് വീതിയിൽ വേണം തയ്ക്കാൻ. അടിഭാഗം കൊണ്ടുവന്ന് 1 ഇഞ്ച് വീതിക്ക് വേണം അടിഭാഗം കൊണ്ടുവന്നത്. മറ്റേ മുകളിലൊക്കെ 1.5 ഇഞ്ചാണെങ്കിൽ ഇവിടെ അടിഭാഗം 1 ഇഞ്ച്, ഇവിടെ 1.5 ഇഞ്ചാണ് വേണ്ടുന്നത്. എന്നിട്ട് നമുക്ക് ആവശ്യാനുസരണം നമ്മൾ വണ്ണം കൂട്ടിയും കുറച്ചും ആദ്യം ഒരു 3 തയ്യലാണ് ഇതിലിടേണ്ടത്. അതുകൊണ്ട് ഞാൻ തയ്ക്കുക. 2 ഭാഗം ഇതേമാതിരി തയ്ച്ചതിന് ശേഷം നമുക്ക് സ്ലിറ്റ് തയ്ക്കാം. 2 ഭാഗവും തയ്ച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലിറ്റ് തയ്ക്കാൻ തുടങ്ങാം. സ്ലിറ്റ് തയ്ക്കുന്നതിന് എളുപ്പ വഴിയാണിത്. ഇതൊന്ന് വെച്ചിട്ട് 1 ഇഞ്ച് മടക്കിയതിന് ശേഷം മുകളിൽ നിന്ന് തയ്ച്ച് തുടങ്ങാം. അപ്പോൾ ചുളുക്കമില്ലാതെ നമുക്ക് കിട്ടും. അടിഭാഗത്തു നിന്നും തയ്ക്കാം, ഇതിന് കുഴപ്പമില്ല, ചുളുക്കമില്ലാതെ കിട്ടും. പിൻ ചെയ്താണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് സ്ലിറ്റ് ഇതേമാതിരി. ഓരോ ഭാഗവും മടക്കിയതിന് ശേഷം നമുക്ക് പിൻ ചെയ്ത് വെച്ചതിന് ശേഷം ഒരു ഭാഗം തയ്ക്കാം. താഴെ വരെ പിൻ ചെയ്ത് കൊടുക്കാം. വേണ്ട, ഇനി മുകളിൽ നിന്ന് വേണം താഴോട്ട് തുടങ്ങാൻ. ആ തയ്യൽ വരുന്ന സമയത്ത് ഓരോ പിന്ന് സൂചി കൊള്ളാതെ ആ പിന്നെല്ലാം അഴിച്ചു മാറ്റണം, എടുത്ത് മാറ്റി കൊടുക്കുക. അടിഭാഗം ഒന്നും ചുളുക്കം വരാതെ നോക്കിക്കോണം. ഇതുമാതിരി ചെയ്താൽ പിൻ ചെയ്ത് വെച്ചാൽ ചുളുക്കമില്ലാതെ തയ്ക്കാം. പിന്നെ ചുളുക്കം പിന്ന് വെക്കാതെ ഞാൻ തയ്ച്ച് തരാം. അങ്ങനെയാണ് തയ്യക്കാരെല്ലാം പിന്നൊന്നും വെക്കത്തില്ല. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഇത് പിൻ ചെയ്ത് പെട്ടെന്ന് അറിയാൻ വയ്യാത്തവർക്ക്. ചുളുക്കം എത്ര തയ്ച്ചാലും ശരിയാവാത്തവരുണ്ട്. അപ്പോൾ ഇത് കുറേ പ്രാക്ടീസ് ചെയ്തതിന് ശേഷമേ ഇത് തയ്ക്കാൻ പറ്റുള്ളൂ. അപ്പുറത്തെ സൈഡ് ഞാൻ ഇതേമാതിരി പിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് തയ്ച്ചു പോവാം. ഇത് കോട്ടൺ തുണിയല്ല, ഇത് ഒതുങ്ങിയിരിക്കാത്ത തുണി ആയതുകൊണ്ടാണ് പിൻ ചെയ്ത് വെക്കുന്നത്.
അവിടെ കൊണ്ട് കുത്തി നിർത്തണം. കുത്തി നിർത്തിയിട്ട് വേണം തിരിച്ചെടുക്കാൻ. എടുത്തപ്പോൾ നല്ല അപ്പുറവും ഇപ്പുറവും ബാക്ക് പീസും ഫ്രണ്ട് പീസും നല്ലതുപോലെ അടിഭാഗം ഒന്നും ഇല്ലാതെ ചുളുക്കമൊന്നും വരാതിരിക്കാൻ വേണ്ടി നല്ലതുപോലെ അവിടെ ഒന്ന് നല്ല ഒതുക്കി നല്ല ഒന്ന് കൈകൊണ്ട് നല്ല ഇതാക്കി വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ അവിടെ ചുളുങ്ങാനുള്ള സാധ്യതയുണ്ട്. കെട്ടിട്ട് ഞെറക്കാം. നമുക്ക് ആദ്യം ഫസ്റ്റ് തയ്ച്ച തയ്യലാണ് അവിടെ. കണ്ട നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ട ഇനി നമുക്ക് വേണ്ട അതിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് അടിച്ചു കൊടുക്കാം. ഡബിൾ സ്റ്റിച്ച്. തിരിച്ച് വെച്ച് അവിടെ സൂചി കുത്തി നിർത്തിയിട്ടേ എടുക്കാവൂ, അല്ലാതെ പിന്നെ എടുത്ത് മാറ്റരുത്. ഇനി അപ്പുറത്തെ സൈഡും നമുക്ക് തയ്ക്കാം. നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ട ഇനി അടുത്ത ഇതിൽ തയ്ക്കുന്ന കാണാം. അടുത്ത സൈഡ് ഒരു കുഴപ്പമില്ല. വേണ്ട ഇത് സൂചിയൊന്നും അല്ല പിന്നൊന്നും ചെയ്യാതാണ് ഞാൻ മുകളിൽ നിന്നേ തയ്ച്ച് തുടങ്ങുന്നത്. അടിഭാഗത്തു നിന്നും തുടങ്ങാം. എല്ലാവരുടെയും പ്രശ്നമാണ് ഈ ചുരിദാർ തയ്ച്ചിട്ട് ലാസ്റ്റ് കൊണ്ടുവന്ന് ഇത് കുളവാവും സ്ലിറ്റ് തയ്ക്കുന്നത്. അറിയാൻ വയ്യാത്തവർ ആദ്യം ഇതേമാതിരി പിൻ ചെയ്യണം. ചെയ്തിട്ടതിന് ശേഷം തയ്ക്കണം. ഒരു കുഴപ്പമില്ല. നല്ല ഇതായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി മറ്റേ സൈഡും കൂടെ തയ്ക്കാം. അങ്ങനെ തയ്ച്ച് ലാസ്റ്റായി. ഇനി കുത്തി നിർത്തിക്കൊണ്ട് തിരിച്ചെടുക്കാം. തയ്ച്ച് തീർന്നു. ഇനി ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അടിഭാഗവും മടക്കി തയ്ക്കാം. അങ്ങനെ അത് തയ്ച്ച് തീർന്ന്. വേണ്ട നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ട അവിടെ ഒരു ചുളുക്കവും ഇല്ലാതെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അടിഭാഗം മടക്കി തയ്ച്ചിട്ട് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി തിരിച്ച് വെച്ച് തയ്ക്കാം. രണ്ട് സൈഡും ഇതേമാതിരി തന്നെ തയ്ച്ചെടുക്കാം. തയ്ച്ച് തീർന്ന്. അടുത്ത ഭാഗം ഇതേമാതിരി തയ്ക്കാം. മൊത്തത്തിൽ കംപ്ലീറ്റ് തീർന്ന്.
കഴുത്ത് നല്ല ആ കല്ലൊക്കെ അതേമാതിരി വെച്ച് വന്നിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും.